പറയടാ തെണ്ടി. എടാ മോനെ, നിനക്കൊരു കാര്യം അറിയോ? എന്താടാ? എന്താ കാര്യം? സ്കൂൾ എന്താ ഇടിഞ്ഞു വീണോ? അതൊന്നല്ലടാ. പിന്നെ ഇന്ന് സ്കൂളിലേക്ക് ലീവാ? ഇല്ല. പിന്നെ എന്താടാ, പറഞ്ഞു തൊലിയൊന്ന്. ഡാ മോനെ, ഇന്ന് റിസൾട്ട് എത്രടാ? അതെയാ, ശരി, ഇന്ന് ക്ലാസ്സിൽ കാണാം, ബൈ. ഇന്ന് റിസൾട്ട് ആണ്, വീട്ടിൽ ആരോടും പറയണ്ട. റിസൾട്ട് നോക്കിയിട്ട് എന്തായി നോക്കിയിട്ട് പിന്നെ പറയാം. അപ്പോൾ ശരി, നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഇപ്പോൾ കിട്ടിയ വാർത്ത, LP സ്കൂളിലെ റിസൾട്ട് ഇന്ന് പുറത്തുവിടുകയാണ്. അപ്പോൾ LP സ്കൂളിലെ സ്റ്റുഡൻസ് എല്ലാവരും റിസൾട്ടിന് കാത്തിരിക്കുകയാണെന്നറിയാം. എല്ലാ LP സ്കൂളിലെ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. ഈ ടിവി കാർക്കൊന്നും വേറെ പണിയില്ലേ? കുട്ടികളെ തല തിന്നോണ്ടിരിക്കും. എന്റെ സ്കൂളത്തെ റിസൾട്ട് ഞാൻ പറയുന്ന മുമ്പേ ഈ സാർ അച്ഛനും അമ്മയെ അറിയിക്കും തോന്നുന്നു. ഇങ്ങോട്ടൊരു ബൂമർ തരി. ബൂമർ അവിടെ നിൽക്കട്ടെ. ഇന്ന് റിസൾട്ട് എത്ര? റിസൾട്ട് വന്ന ലഡ്ഡു തരുമോ ചോക്ലേറ്റ് തരുമോ? എന്താ ദൈവം ഇത്? ഇയാള് റിസൾട്ട് ചോദിക്കുന്ന ബൂമർ എന്നടാ. ഓ, എനിക്ക് വേണ്ട, നിങ്ങളെന്നെ തിന്നോളി. ഈ സ്കൂളിലേക്ക് എന്തായാലും എത്തി. ടൈം 8:15. ഇന്ന് രാവിലെ TV ജ്യോതിഷത്തിൽ 20 ലക്കി നമ്പറാണെന്ന് പറയുന്ന കേട്ട്. അപ്പോ ക്ലാസ് റൂമിലേക്ക് 8:20 കയറാം. ചിലപ്പം പാസ്സായാലും പാസ്സാവും. വലത് കാല് വെച്ച് കയറാം. ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പം പാസ്സാവും. ആ മോനെ, ഇനി എക്സാം പേപ്പർ തരൂ. നിന്റെ എക്സാം എങ്ങനെ ഉണ്ടായടാ? ഡാ മോനെ, എങ്ങനെ ആയാലും ആവട്ടെ, എന്തായാലും ആവട്ടെ. സിംഗിൾ പീസ് ഓഫ് പേപ്പർ ടു ഡിസൈഡ് മൈ ഫ്യൂച്ചർ. അല്ലടാ, എക്സാം റിസൾട്ട് ഞാൻ പറഞ്ഞല്ലേ. സിംഗിൾ പീസ് ഓഫ് പേപ്പർ ടു ഡിസൈഡ് മൈ ഫ്യൂച്ചർ. ശരി വിട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകും എക്സാം. അതിന് പിന്നെ നീ ഇങ്ങനെ പറയുന്നു കോൺഫിഡന്റ് ആയിട്ട്. എടാ ഇല്ലടാ, എല്ലാ പേപ്പറും പോയിന്. അതിലും വടയക്ഷി സോങ് എഴുതി വെച്ചിട്ട് വന്നീനടാ. എന്റെ ടെൻഷൻ എനിക്ക് മോനെ. എന്തേലും ഫെയിൽ ആയാൽ വീട്ടില് മൊബൈൽ തൊടാൻ വിടില്ല എന്ന് പറഞ്ഞീന്. ഇനി ഫ്രീ ഫയറും PUBG എല്ലാം കളിക്കുന്ന എങ്ങനെ? എടാ തെണ്ടി, പിന്നെ ബിൽഡപ്പ് വരെ തരുന്ന പീസ് ഓഫ് പേപ്പറോട്. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ എക്സാം പേപ്പർ നൽകുന്നതാണ്. ഇന്ന് അറിയാൻ പറ്റും നിങ്ങളുടെ തലയിൽ എത്ര ബുദ്ധിയുണ്ടെന്നും എത്ര ചാണകമുണ്ടെന്നും. പേപ്പറിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, കറപ്ഷൻ ഉണ്ടെങ്കിൽ പറ. എല്ലാവരും ഇരുന്നോളി, പേപ്പർ തരാം ഇപ്പോൾ. ഓ ദൈവമേ, നിന്നെ എക്സാം ടൈമിൽ മാത്രം ഓർക്കുന്നു എന്ന് വിചാരിക്കണ്ട. എന്നെ സംശയിക്കല്ല ദൈവമേ, ഞാൻ നിന്റെ വലിയ ഭക്തനാണ്. നിനക്കറിയാം ഞാൻ പേപ്പറിൽ വെറും ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് വന്നിനേന്ന്. ഇപ്പോൾ എല്ലാം നിന്റെ കയ്യിലാണുള്ളത് ദൈവമേ. പാസ്സാക്കിത്താ എന്റെ പേപ്പർ ഒന്ന്. 60? ഇത്രയെല്ലാം വരുമെന്ന് വിചാരിച്ചതല്ല ദൈവമേ, നിന്റെ കൃപ. നീ ഗ്രേറ്റ് ദൈവമേ. 60 മാർക്ക് തന്നതിന് താങ്ക്സ്. രതീഷ്, പേപ്പർ പിന്നിലോട്ട് പാസ് ചെയ്യേ. സന്ധ്യക്ക് കൊടുക്ക്, അവളതാണ് ആ പേപ്പർ. ഇന്ന സന്ധ്യ, എന്റെ പേപ്പർ താട വേഗം. നിന്റെ പേപ്പർ എനിക്കെന്തിനാ? നീ അതിൽ വലിയ ആനത്തലൊന്നും വാങ്ങിയിട്ടില്ല. ജസ്റ്റ് 60 മാർക്കേ ഉള്ളൂ. സാറേ, എന്റെ പേപ്പർ തരി. അവളെ പേപ്പർ എല്ലാം എന്തിനാ എനിക്ക് തരുന്നേ? എന്താണ് കുട്ട അത്ര അർജന്റ്? എന്താ ഔട്ട് ഓഫ് ഔട്ട് വാങ്ങിയെന്ന് കരുതിനെ? ഇന്ന നിന്റെ പേപ്പർ 0 ആണ് നിനക്ക്. 0യാ? സാറേ, എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ടുണ്ടാവും. സാറേ ശരിക്കും നോക്കി. മിസ്റ്റേക്ക് ആയി. മിസ്റ്റേക്ക്. നീ നമ്മുടെ സ്കൂളിലേക്ക് വന്നതേ മിസ്റ്റേക്കാ. നീ എക്സാം എഴുതാൻ ഇരുന്നതേ മിസ്റ്റേക്കാ. നീ ജനിച്ചത് തന്നെ മിസ്റ്റേക്കാ. ക്വസ്റ്റ്യൻസിന്റെ താഴെ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചാൽ പിന്നെ നിനക്ക് 100ന് 100 മാർക്ക് തരുമോ? മൂടിയിട്ട് ഇരിക്കടാ അവിടെ. നിനക്ക് എക്സാം എങ്ങനെ ഉണ്ടായടാ? നീ പാങ്ങിൽ എഴുതിയിട്ടുണ്ടാവും. നീ ടോപ്പറല്ലേ? എന്തിനാടാ നീ ഇങ്ങനെല്ലാം പറയുന്നേ? ഇക്കൊല്ലത്തെ പേപ്പർ എന്റെ ജീവിതത്തിലെ വേർസ്റ്റ് പേപ്പർ. സെക്കൻഡ് മെയിനിലെ ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ മറന്നു പോയടാ. അത്രയും തെറ്റ്. അതുമല്ലടാ, പൈത്തഗോറസ് തിയറം എഴുതണ്ട, അവിടെ ഫണ്ടമെന്റൽ തിയറം എഴുതി വെച്ചിനടാ. പിന്നെ ട്രിഗ്നോമെട്രിക് തന്നിട്ടുണ്ടായല്ലേ, എഴുതിയിട്ടേ ഇല്ലടാ. ജിയോമെട്രി എങ്കിലും എഴുതിയെന്ന് വിചാരിച്ചതേ ഇന്നടാ. വീട്ടിൽ പോയി നോക്കിയപ്പോഴാണ് എല്ലാ ഉത്തരം തെറ്റു മോനെ. ഇക്കൊല്ലത്തെ പേപ്പറാ മോനെ മികച്ച വേർസ്റ്റ് പേപ്പർ. അച്ചാറിട്ട് നക്കാൻ പോലും യൂസ് ഇല്ല. ആടെ ശരി തന്നെ നീ പറയുന്നത്. ഇക്കൊല്ലത്തെ പേപ്പർ പോക തന്നെ. ഇന്ന് സൽമാനെ, ഗുഡ്. എല്ലാ വർഷത്തെ പോലെയും ഈ പ്രാവശ്യവും നന്നായി എഴുതിന്. 95 മാർക്ക് വാങ്ങിച്ചിന്. ഞാൻ നിന്നോട് പറഞ്ഞല്ലടാ, 5 മാർക്ക് എവിടെ പോയിന്നേ അറിയുന്നില്ല. തെണ്ടിന്റെ മോനെ. നിമിഷങ്ങൾ നാം അറിയാതാടുകയാണ് ഈ ജീവിതവേഷം. കണ്ണീരിനൊരു
മാർക്ക് എത്രടി? പാസ് നീ പറ, പിന്നെ ഞാൻ പറയാം. ഓക്കെ? ഇല്ല ഇല്ല, ഫസ്റ്റ് നീ തന്നെ പറയണം. എനിക്ക് 97 ഡി. എനിക്ക് 93 ഉള്ളൂടി. ഇത്ര കുറവ് മാർക്ക് മേടിച്ചിട്ട് ഞാൻ എന്താക്കണം? എന്റെ വീട്ടില് കപ്പലണ്ടി പൊതിയാൻ പോലും യൂസ് ആക്കാൻ പറ്റൂല. മോനെ എത്ര തന്നാ വേട്ടാളൻ? 36. നിനക്ക് 37. മോനെ നമ്മൾ പാസടാ. നമുക്കൊരു പണി ചെയ്യാം. എടീ, നാട്ടുകാർക്ക് സ്വീറ്റ് കൊടുക്കാം. സ്വീറ്റ് വേണ്ട, എഗ് പപ്സ് തന്നെ കൊടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിലെ നായി, നിന്റെ വീട്ടിലെ നായി, അയലത്തെ വീട്ടിലെ നായി, നാട്ടിലുള്ള പുയു ജന്തുക്കൾക്കെല്ലാം ട്രീറ്റ് കൊടുക്കണം. എന്നാ നിന്റെ പേപ്പർ ചെക്ക് ആക്കിക്കോ. ഓ മൈ ദൈവമേ, എന്റെയും നിന്റെയും നടുവിൽ ഒരു ഡീലാക്കാം. ഓക്കെ ആണോ? ഞാൻ ഇനിയും മാർക്സ് നോക്കിയിട്ടില്ല. സോ പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് പാസ്സാക്കിയാ മതി. നീ എങ്ങനെയെങ്കിലും എന്നെ പാസ്സാക്കിയാൽ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് 10 തേങ്ങ കൊടുക്കാം. പ്ലീസ് പാസ്സാക്ക് ദൈവമേ. ഇപ്പോൾ നോക്കാം കേട്ടോ. നോക്കും. ഓ മൈ ഗോഡ്, 61. ഞാൻ പാസ്സടാ. ദൈവമേ, നീ അത്ഭുതനാണ്. ദൈവമേ, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ ശക്തിശാലിയാണ്, നീ ബലശാലിയാണ്, നീ വലിയവനാണ്. അതുകൊണ്ട് നിനക്ക് വേണ്ടി 10 തേങ്ങ കൊടുക്കുന്നത് എന്തിനാ? തേങ്ങ കൊടുക്കുന്നത് ക്യാൻസൽ. ദൈവമേ, നീ ബേജാറാക്കല്ലേ. പേപ്പർ ശരിയാക്കടാ ഫസ്റ്റ്. 61 അല്ല, അത് 19. അതേടാ, നീ ഫെയില്. എന്ത് 19ഓ? ഫെയിലാ. ദൈവമേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. 10 തേങ്ങ ഉടക്കുന്നുണ്ടായി. എന്തിനാ വിഷമിച്ചത്? ഞാൻ വെറുതെ ജോക്ക് ആക്കിയതല്ലേ. അതിന് നീ കോപിഷ്ഠനാവണായിരുന്നോ? ഐ ആം സോറി ഗോഡ്. നെക്സ്റ്റ് ടൈം പാസ്സാക്കണേ. എന്നാ നിന്റെ പേപ്പർ. സർ, 1 മാർക്കാ. ശരിക്ക് ചെക്കാക്കി സർ. വെറും 1 മാർക്സേ തന്നുള്ളൂ എനിക്ക്. ഡാ എരുമേ, അത് 1 -1. എന്ത് -1 തന്നില്ല എനിക്ക്? സാറേ, ഇത് ചീറ്റിംഗാ. -1 ആരെങ്കിലും തരുവോ? ഞാൻ തരൂ. എന്തെന്നാൽ പേപ്പറിൽ ഉത്തരം എഴുതാൻ പറഞ്ഞിട്ട് വടയച്ചി സോങ് എഴുതി വെക്കുന്ന. സോങ് എഴുതിയതുമല്ലാതെ ലിറിക്സും തെറ്റി എഴുതിയിട്ടിന്. അതിനാണ് നിനക്ക് -1 തന്നീനത്. വീട്ടിൽ കൊണ്ടുപോയിട്ട് പേരൻസിന്റെ സിഗ്നേച്ചർ ഇട്ടുകൊണ്ട് ബാ നാളെ. ഇപ്പൊ പൊത്തിച്ചാടി ഇരിക്ക്. 34. ഇനി 1 മാർക്ക് കൂടി വന്നീനെങ്കിൽ 35 ആവണ്ടായി. ഞാൻ പാസ്സെങ്കിലും ആവുന്നുണ്ടായി. ഷിറ്റ്, എന്താക്ക ഇനി? എന്തെങ്കിലും തെരിയട്ടെ 1 മാർക്കിനുള്ളത്. സാറേ, ഇവിടെ വരി വേഗം. എനിക്കിവിടെ മാർക്ക് ഇട്ടിട്ടില്ല. ഇവിടെ കാട്ടിക്ക്. ഓക്കെ സാർ, ഇവിടെ ഞാൻ പകുതി ആൻസർ എഴുതിനി. നിങ്ങൾ മാർക്ക് തന്നിട്ടില്ല. ഇല്ലടാ മോനെ, പകുതി എഴുതിയെങ്കിൽ മാർക്ക് തരാൻ പറ്റില്ല. ഉള്ള ആൻസർസ് എഴുതിയാൽ മാത്രമേ മാർക്ക് തരാൻ പറ്റുള്ളൂ. സാർ, ഇതെന്തിനായ? ആൻസറിന് വിലയില്ലേ? ഇത് ചതിയാ സാറേ. ഞാൻ ഉഗ്ര പോരാട്ടം നടത്തും സാറേ. സ്കൂളിന്റെ മുന്നിലിരുന്ന് സമരം നടത്തും. ശരി മോനെ, പകുതി ആൻസറിന് 1/2 മാർക്ക്. ഇനി ചോദിച്ചാൽ -1 ആക്കും. ഷിറ്റ്, 1/2 മാർക്കിൽ പാസ്സും ആവൂല. ഇനിയും 1/2 മാർക്ക് വേണമല്ലോ. ഡപ്പ പിഷ്കൻ സാർ. ഇനിയും 1/2 മാർക്ക് തന്നിരുന്നെങ്കിൽ കാലമാടൻ. ഫ്രണ്ട്സ്, 1 മിനിറ്റ്. നിങ്ങൾക്ക് എത്ര മാർക്ക്? അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ. അങ്ങനെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി അടിച്ചു പൊട്ടിച്ചോളൂ. ബൈ.